أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله مولانا العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും കാരുണ്യവനായ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും അവന്റെ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കെടുതിയുടെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസം സമ്മാനിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാന്റെ തുടക്കം മുതൽ നടത്തി വന്ന നമ്മുടെ പഠന ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് കൂടുതലും സംസാരിക്കുന്നില്ല, ഒരു പ്രാർത്ഥനയിലൂടെ അവസാനിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റമദാൻ വിട പറയാൻ ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടാകൂ, ഏറിയാലൊരു ദിവസം. അതിന്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. ഇനിയുള്ള സമയങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. ഇനി നമ്മൾ പ്രധാനമായും പ്രാർത്ഥനയിലാണ് ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മൾ ചെയ്തു വന്ന കർമ്മങ്ങളൊക്കെ, നമ്മുടെ ഇബാദത്തുകളൊക്കെ കബൂൽ ചെയ്യാൻ വേണ്ടിയും ഈ റമദാൻ നാളെ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ വേണ്ടിയും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇനിയും ജീവിതത്തിൽ ധാരാളം റമദാനുകളെ വരവേൽക്കാൻ വേണ്ടിയുള്ള ദീർഘായുസ്സിനും ആഫിയത്തിനൊക്കെ വേണ്ടി പടച്ചവനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു, കേട്ടു, പഠിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുമ്പോഴാണ് ഇതൊരു പ്രയോജനപ്പെട്ടു എന്ന് പറയാൻ കഴിയുക. പറയുന്നവർ വെറുതെ പറയുകയും കേൾക്കുന്നവർ വെറുതെ കേൾക്കുകയും ചെയ്യുമ്പോൾ ആ വിജ്ഞാനം ഉപകാരപ്രദമായി തീരുന്നില്ല. ഇൽമ എന്നുള്ളത് ദീനിന്റെ ജീവനാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന് ജീവനുണ്ടാകുന്നത് ഇൽമുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് അറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആദ്യം നീ അറിയണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അറിഞ്ഞിട്ട് വിശ്വസിക്കുക. അതുകൊണ്ട് വിജ്ഞാന ലോകത്ത് നിലനിൽക്കുമ്പോഴാണ് ഇസ്ലാമിന് ജീവനുണ്ടായിത്തീരുക. വിജ്ഞാനം നിലനിർത്തേണ്ട ആളുകളാണ് ആലിമീങ്ങൾ. ആലിമീങ്ങൾ ലോകത്ത് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് ലോകത്ത് ഇസ്ലാം സജീവമായി നിലനിൽക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്ന് നമ്മളോട് പഠിപ്പിച്ചു. പ്രവാചകന്മാർ ലോകത്ത് നിർവഹിച്ച ഉത്തരവാദിത്വം എന്താണോ ആ ഉത്തരവാദിത്വം അന്ത്യനാൾ വരെ നിർവഹിക്കേണ്ട ചുമതല ഇനി ഉലമാക്കളെയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്നത്. ബനൂ ഇസ്രായേലികൾക്ക് അല്ലാഹു തആല ഒരുപാട് പ്രവാചകന്മാരെ അയച്ചു കൊടുത്തിരുന്നു. ആ പ്രവാചകന്മാരെ കൂടാതെ അവരുടെ കൂട്ടത്തിൽ പ്രബോധകന്മാരായി പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉലമാ ഉമ്മത്തി കഅംബിയായി ബനി ഇസ്രായേൽ. ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കന്മാരെ പോലെയാണ് എന്റെ ഉമ്മത്തിലെ ഉലമാക്കൾ. സമുദായത്തിൽ പ്രബോധനം ചെയ്ത് അവരെ വിജ്ഞാനമുള്ളവരാക്കി തീർത്ത് അവരെ ഒരു ഉത്തമ സമുദായമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഉലമാക്കൾക്കാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ആ വഴിയിൽ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ഈ വഴി അത്ര എളുപ്പമുള്ള വഴിയൊന്നുമല്ല. ഉലമാക്കളെ ഇല്ലായ്മ ചെയ്യാനും ഉലമാക്കളെ അധിക്ഷേപിക്കാനും അവരുടെ ദൌത്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും എക്കാലഘട്ടത്തിലും ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. വൽജാഹിലൂന ലി അഹ്ലിൽ ഇൽമി അഅദാഉ. ജാഹിലിങ്ങൾ എന്നും ആലിമീങ്ങളുടെ ശത്രുക്കളായിരുന്നു. ഉലമാക്കൾ അവരുടെ ദൌത്യം അവസാനിപ്പിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിരീശ്വരത്വം വളരും.
ലിബറലിസം വളരും, ബിദ്അത്ത് തലപൊക്കും. അപ്പൊ ഇത്തരക്കാർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയാണ് ഉലമാക്കളെ ഇത്തരത്തിൽ ആക്ഷേപിക്കപ്പെടുന്നത്. ഞാൻ എന്റെ അവസാന ക്ലാസ്സിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ആലിമീങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മനുഷ്യസഹജമായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി പൊതുവെ സമൂഹത്തിൽ കാണാറുണ്ട്. അത്തരക്കാരെ മനസ്സിലാക്കണം, ഇവരൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം പെടുന്നയാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ തങ്ങളെ ഉൾപ്പെടെയാണ് ഇവരൊക്കെ എന്ന് ഈ പറഞ്ഞ അടച്ചാക്ഷേപിക്കുന്നത്. ഉലമാക്കളും പച്ച മനുഷ്യരാണ്. ആയിരക്കണക്കായ ഉലമാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. അതൊക്കെ അവരും അവരുടെ പടച്ചോനും തമ്മിലുള്ള രഹസ്യങ്ങളാണ്. അതവർ കൈ ഉയർത്തി റബ്ബിനോട് മാപ്പിരുന്നാൽ തീരാത്തൊരു കേസും ഭൂമിലോകത്തില്ല. പക്ഷെ അത്തരം പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉലമാക്കളെ നിസ്സാരവൽക്കരിക്കുകയും ഉലമാക്കളുടെ ദൌത്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നും ഇരുട്ടിന്റെ ശക്തികളാണ്. അവർ അതിലൂടെ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ നാട്ടിൽ നടപ്പിലാക്കാനാണ്. നാട്ടിൽ ശിർക്ക് വളരണം, നാട്ടിൽ ലിബറലിസം വളരണം, നാട്ടിൽ ബിദ്അത്ത് വളരണം. അതിന് ഉലമാക്കളുടെ വായടയ്ക്കണം. ഇതെന്നും എക്കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. പ്രബോധകന്മാരുടെ പ്രബോധനം തടയാൻ വേണ്ടി ശ്രമിച്ചത് രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് നാടിലെ ഭരണാധികാരികളാണ്. അവർക്ക് ഭരണത്തിന്റെ തണലിൽ ഇഷ്ടം പോലെ ജീവിക്കണമെങ്കിൽ അവരെ വിമർശിക്കുന്ന ഉലമാക്കൾ ഉണ്ടാകാൻ പാടില്ല. രണ്ട് നാട്ടിലെ ധനാഢ്യന്മാരാണ്, പണക്കാർ. അവരുടെ സമ്പത്തിന്റെ പെരുമയിൽ അവർക്ക് അഹങ്കാരികളായി ജീവിക്കണമെങ്കിൽ, തോന്നിവാസം നാട്ടിൽ ചെയ്യണമെങ്കിൽ ഉലമാക്കൾ അവരെ വിമർശിക്കാൻ പാടില്ല. ഈ രണ്ട് വിഭാഗം ആളുകളാണ് എക്കാലഘട്ടത്തിലും ഉലമാക്കളെ വിമർശിച്ചതും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതും. ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് 14 നൂറ്റാണ്ട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് ഗമിച്ചത്, ഉലമാക്കൾ ചലിച്ചത്. ഇമാമന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ അടിച്ചു വീഴ്ത്തിയത് അമുസ്ലിമീങ്ങളായിരുന്നില്ല, RSSകാരായിരുന്നില്ല, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ അടിച്ച് മൂത്രത്തിലൂടെ ചോര വരുത്തിയത് RSSകാരായിരുന്നില്ല, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇമാം ബുഖാരിയെ നാടുകടത്തിയതും ഈ സമുദായമായിരുന്നു. അവരൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അസത്യത്തിനെതിരെ, അനാചാരത്തിനെതിരെ, ബിദ്അത്തിനെതിരെ, ശിർക്കിനെതിരെ അവരുടെ പടവാൾ ഉപയോഗിച്ചപ്പോൾ ഈ രണ്ട് വിഭാഗം ആളുകളെ അസ്വാരസ്യപ്പെടുത്തി. അപ്പോൾ അവർ ശ്രമിച്ചത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. അതുകൊണ്ട് ആ വഴിയിൽ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് പൂർവികരായ ഉലമാക്കൾ അന്ന് പിടിച്ചു നിന്നത്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇവിടെ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, ഈ ആലിമ്യങ്ങളൊന്നുമില്ലെങ്കിൽ എന്താ കുഴപ്പം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ മദ്രസകൾ നടക്കുന്നില്ല, ഈ പള്ളികളിലെ പ്രബോധനമൊന്നും നടക്കുന്നില്ല. ഒരു വർഷക്കാലത്തേക്ക് ഇതൊക്കെ ഇല്ലാതായാൽ എന്തായിരിക്കും നാടുകളിൽ ഉണ്ടാകുക? ഈ നാടിന്റെ അവസ്ഥകൾ എന്തായിരിക്കും? അപ്പൊ ഈ പ്രബോധനങ്ങൾ ഇവിടെ നടക്കുന്നതുകൊണ്ടും ഉലമാക്കൾ അവരുടെ സേവനപാതയിൽ അവർ നിരതമായി സേവനം ചെയ്യുന്നതുകൊണ്ടുമാണ് സത്യത്തിൽ ദീൻ ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്നത്. അതിനൊന്നും ആരും ചെറുതായി കാണണ്ട, അതിനെ ചെറുതായി കാണാൻ ആരും നിൽക്കണ്ട. അൽ ഉലമാ വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരം ഏറ്റെടുത്തുകൊണ്ട് അവരൊരിക്കലും പണമല്ല അനന്തരാവകാശമായി ഇട്ടിട്ട് പോയത്, ഇൽമാണ്. ഈ ഇൽമിനെ തലമുറ കൈമാറി അന്ത്യനാൾ വരെ ഇത് നിലനിർത്തേണ്ട ബാധ്യത ഉലമാക്കളുടേതാണ്. അതവർ നിർവഹിക്കുക തന്നെ വേണം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ വലിയ ദറജ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഉണ്ടാകാം. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത്, ആലിമീങ്ങളും ആലിമീങ്ങളല്ലാത്തവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ഇൽമ നൽകപ്പെട്ട ആലിമീങ്ങൾ ഒരു പടി മുന്നിൽ തന്നെയാണ്, ഒരുപാട് പടി മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് അല്ലാഹുവിനെ ഭയപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹുവിനെ അറിയാത്തവർക്ക് പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് ആലിമീങ്ങളോടുള്ള നമ്മുടെ നിലപാടുകൾ തീർത്തും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവരോടുള്ള ബഹുമാനം, അവർ ഈ സമുദായത്തിൽ അവർ ജോലി നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ടാകണം. അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരിക്കലും തടസ്സം നിൽക്കാൻ പാടില്ല. ദജ്ജാല് പുറപ്പെടുന്ന നാടിന്റെ പേര് അന്താക്കിയ എന്നാണ്. എന്താണ് അവിടുന്ന് ദജ്ജാല് വരാൻ കാരണം? ജോർഡാനിൽ നിന്നും ദജ്ജാല് പുറപ്പെടാൻ ഒരു കാരണമുണ്ട്. രണ്ട് ആലിമീങ്ങൾ ഒരിക്കൽ അവിടെ ചെന്നു. ആലിമീങ്ങളുടെ പേര് ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് ഹളിർ അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് മൂസ അലൈഹിസ്സലാമാണ്. സൂറത്തുൽ കഹ്ഫിലെ സംഭവം വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബിയും ഹളിർ അലൈഹിസ്സലാം കൂടി യാത്ര ചെയ്തപ്പോൾ അവരൊരു നാട്ടിലെത്തിപ്പെട്ടു. ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു. യാത്ര ചെയ്തു വന്നവരാണ്, വിശന്നിട്ട് ഭക്ഷണം ചോദിച്ചു. ഖുർആൻ പറയുന്നുണ്ട് ഫഅബൗ അൻ യുളയ്യിഫുഹുമാ. ആ നാട്ടുകാർ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത് അന്താക്കിയ നിവാസികൾ, സിറിയയിലെ അന്താക്കിയ നിവാസികൾ ഒരു നിവേദക സംഘം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമറെ, വിശുദ്ധ ഖുർആനിൽ ഞങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു ആയത്തുണ്ട്. അന്താക്കിയക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാത്തവരാണ്, ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരാണെന്ന ആക്ഷേപം ഖുർആനിലുണ്ട്. ആ ഖുർആനിൽ അത് അന്ത്യനാൾ വരെ ഉണ്ടാകുമല്ലോ. അത് ഞങ്ങളുടെ നാട്ടുകാർക്കൊരു മോശമാണ്. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം. അബൗ എന്നുള്ള വാക്കൊന്ന് തിരുത്തി ബ എന്നുള്ള അക്ഷരത്തിന്റെ അടിയിലെ പുള്ളി മുകളിലേക്ക് കയറ്റണം. ഒരു പുള്ളി നീ ഇട്ടുകൊടുക്കുകയും വേണം നിന്റെ വകയായിട്ട്. അപ്പൊ അബൗ എന്നുള്ളത് അത്തൗ എന്നായി മാറും. അത്തൗ അൻ യുളയ്യിഫുഹുമാ എന്ന് പറഞ്ഞാൽ അന്താക്കിയക്കാര് ഇവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി എന്നാണ് അർത്ഥം. അബൗ എന്ന് പറഞ്ഞാൽ തയ്യാറായില്ല എന്നും അത്തൗ എന്ന് പറഞ്ഞാൽ തയ്യാറായി എന്നാണ് അർത്ഥം. അതിന് ഉമർ ചെയ്യേണ്ടത് ആ ബായിന്റെ പുള്ളി ഒന്ന് മുകളിലേക്ക് കയറ്റിയിടണം. ഒരു പുള്ളി ഉമറിന്റെ വകയായിട്ട് ഇട്ട് കൊടുക്കുകയും വേണം. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അന്താക്കിയക്കാര് ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഞങ്ങളുടെ നാടിനെതിരെയുള്ള ഈ ആക്ഷേപം ഖുർആനിൽ ഇല്ലാതാക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഒരു ചെറിയ സഹായം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് കഴിയുമായിരുന്നില്ല. ആ നാട്ടിൽ നിന്നാണ് അല്ലാഹു ദജ്ജാലിനെ പുറപ്പെടുവിക്കുക. ദജ്ജാല് കയറാത്തൊരു നാടുണ്ട്. ദജ്ജാല് കയറാത്തൊരു നാട്, പ്ലേഗ് വരാത്തൊരു നാട്. ആ നാടിന്റെ പേര് മദീന എന്നാണ്. ആ നാട്ടിലേക്ക് ദജ്ജാലും കയറൂല, അവിടെ പ്ലേഗും വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ലോകത്തെ ഏറ്റവും വലിയ ആലിമ് ജീവിച്ച നാടാണത്. ആ ആലിമിന്റെ പേരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉലമാക്കൾ അവരുടെ ദൗത്യം നിർവഹിക്കാൻ ഒരു നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ടാകുമ്പോഴാണ് ആ നാട്ടിൽ ഇസ്ലാമികമായ ചൈതന്യം നിലനിൽക്കുക. ഉലമാക്കൾ രണ്ടു വിധമുണ്ട്. ഒന്ന് ഉഖ്റവിയ ഉലമാക്കളാണ്, മറ്റൊന്ന് ദുന്യവിയ ഉലമാക്കളാണ്. ദുന്യവിയ ഉലമാക്കളെ കണ്ടിട്ട് ആലിമീങ്ങളെ വിലയിരുത്തരുത്. അത് ഖുർആനിലും ഒരു ആലിമിന്റെ ചരിത്രം പറയുന്നുണ്ട്. ബൽആം ഇബ്നു ബാഊറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വലിയ പണ്ഡിതനായിരുന്നു. ഒരേ സമയത്ത് 12,000 ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ ഒരു വേള അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ പ്രാർത്ഥിക്കാൻ തയ്യാറായി. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന വലിയ ആലിമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മസലുഹു കമസലിൽ കൽബ് എന്നാണ്. ബൽആം ഇബ്നു ബാഊറ പട്ടിയെ പോലെയാണെന്ന്. അള്ളാഹു ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്ന ഒരു പണ്ഡിതനെ ഇന്ന് പട്ടിയോട് ഖുർആൻ ഉപമിക്കുകയാണ്. കാരണം പണ്ഡിതൻ ദുഷിച്ചാൽ അത്രമാത്രം ദുഷിക്കുകയും ചെയ്യും. അതും ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഒരു നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് ആ നാടിന്റെ ചൈതന്യം, ഇൽമിയായ ചൈതന്യം നിലനിൽക്കുന്നത്. അതാണ് നാടുകളുടെ മഹത്വം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ആ ഒരു പാരമ്പര്യത്തിലൂടെയാണ് ഇന്ന് വരെ നമ്മുടെ ഉമ്മത്ത് തുടർന്നു വന്നിട്ടുള്ളത്. ഇൽമിലൂടെയാണ് ദീൻ വളർന്നിട്ടുള്ളത്. ഉലമാക്കളിലൂടെയാണ് ദീൻ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിജ്ഞാനത്തിന്റെ സദസ്സുകൾക്ക് പ്രാധാന്യമുള്ളത്. വിജ്ഞാനത്തിന്റെ സദസ്സുകൾ കുറഞ്ഞു പോവുകയോ അത് നിലച്ചു പോവുകയോ ചെയ്യുന്നിടത്ത് അവസാനിക്കുന്നത് ജീവനുള്ള ഇസ്ലാമാണ്. പിന്നെ ഇസ്ലാമിന് ജീവൻ ഉണ്ടാവില്ല. അന്ത്യനാളാകുമ്പോൾ വിജ്ഞാനം ഉയർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഖുർആനിൽ അതിന്റെ ലിപികൾ മാത്രം അവശേഷിക്കും. ആ ഖുർആൻ ഓതിക്കൊടുക്കാൻ ആളുണ്ടാകൂല. ഉലമാക്കൾ എന്ന് പറയുന്നത് ദീനിന്റെ പ്രതീകങ്ങളാണ്, ദീനിന്റെ
അള്ളാഹു സുബ്ഹാനഹു വ തആല 4 കിതാബേ ഇറക്കിയിട്ടുള്ളൂ. 4 കിതാബേ പടച്ചോൻ ഇറക്കിയിട്ടുള്ളൂ. പക്ഷേ ഈ 4 കിതാബ് വായിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു വിട്ടത് 1,24,000 പ്രവാചകന്മാരെയാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ 1,24,000 കിതാബ് ഇറക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു കിതാബ് കുറച്ചു. ആ കിതാബ് ഓതിക്കൊടുക്കേണ്ട ആലിമീങ്ങളെ, പ്രബോധകന്മാരെ കൂട്ടുകയും ചെയ്തു. കിതാബല്ല അടിസ്ഥാനം. പുസ്തകം വായിച്ചു പഠിക്കുന്നതല്ല യഥാർത്ഥത്തിൽ അറിവ്. തന്റെ ഗുരുമുഖത്തുനിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന അദബുള്ള, സനദുള്ള അറിവാണ് യഥാർത്ഥത്തിൽ അറിവെന്ന് പറയുന്നത്. എനിക്കിവിടെ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എന്റെ ഗുരുനാഥന്മാരെ കുറിച്ചൊരു ബോധ്യമുണ്ട്. ആ സനദിലൂടെ കിട്ടിയൊരു വിജ്ഞാനമാണ് എല്ലാ ആലിമീങ്ങളുടെയും. അതുകൊണ്ട് പ്രതിസന്ധി നേരിടുന്ന ആലിമീങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുമെങ്കിലും വേണം. നിങ്ങൾ അവരെ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുമെങ്കിലും വേണം. നിങ്ങൾ ചെയ്തു എന്നല്ല പറയുന്നത്. ഞാൻ പൊതുവെ ഉമ്മത്തിനോട് കരുത കാര്യങ്ങൾ ഉണർത്തുകയാണ്. നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഉസ്താദുമാർ വളരെ പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയിലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് അവർ ജീവിച്ചു പോകുന്നത്. എന്നിട്ടും അവർ ഇതിൽ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത എൽമിനോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാൻ വേണ്ടിയിട്ടുമാണ്. അവരെ സഹായിക്കുന്നത് ദീനിനെ സഹായിക്കലാണ്. അവരെ ഉപദ്രവിക്കുന്നത് ദീനോട് ചെയ്യുന്ന ഉപദ്രവമാണ്. ആ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ സദസ്സുകൾ ഇനിയും നിലനിൽക്കണം. ഇത് അവസാനിക്കുന്നതല്ല. എല്ലാ സ്ഥലത്തും ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ ധാരാളം മജ്ലിസുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഖുർആൻ പഠിക്കാനുള്ള നല്ല അവസരങ്ങളുണ്ട്. റമദാൻ കഴിഞ്ഞാലും നമ്മുടെ പള്ളിയിൽ തന്നെ ഖുർആനിന്റെ ക്ലാസുകളും ഫിഖഹിന്റെ, ഹദീസിന്റെ ക്ലാസുകളൊക്കെ നടന്നു വരുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും ഉണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്ത്, അല്ലെങ്കിൽ നാടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്ന ശരിയായ ഖുർആനിന്റെ ക്ലാസുകളിൽ പങ്കെടുത്തുകൊണ്ട് ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും ഫിഖ് പഠിക്കാനൊക്കെ തയ്യാറാകണം. അതാണ് നമ്മുടെ മൂലധനം എന്ന് പറയുന്നത്. അറിവില്ലാത്ത ഒരാളേക്കാൾ അറിവുള്ള ആൾക്ക് ശ്രേഷ്ഠതയെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയുള്ള ഒരു സഹാബി, ഇവര് തമ്മിലുള്ള അന്തരമാണ്. ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം. ആലിമ് പക്വതയോടെ പ്രതികരിക്കുന്നവനാണ്. ആബിദ് പക്വതയില്ലാതെ പ്രതികരിച്ചെന്നിരിക്കും, വൈകാരികമായി പ്രതികരിക്കും. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൂർവികനായ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. 99 ആളെ കൊന്നു. 99 ആളെ കൊന്നപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. എന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഒരു ആബിദിനാണ് സമീപിച്ചത്. കാര്യമായ അറിവില്ല, പക്ഷെ ഇബാദത്തുണ്ട്. ആബിദ് പറഞ്ഞു കൊടുത്തത്, നിനക്ക് തൗബയില്ല എന്നാണ്. നീ എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോകണം, നിനക്കൊന്നും തൗബ തരില്ല എന്ന് പറഞ്ഞത്. ആ മനുഷ്യൻ തന്റെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ആബിദിനെയും കൊല്ലുന്നുണ്ട്. വിശ്വാസം പറഞ്ഞു, പിന്നെ ആ മനുഷ്യൻ അന്വേഷിച്ചത് ഒരു ആലിമിനെയാണ്, വിവരമുള്ള ആളെയാണ്. ഇയാൾക്ക് ഇബാദത്തേ ഉള്ളൂ, ഇൽമില്ല. ആലിമിനെ കണ്ടെത്തി. അപ്പോൾ ആലിമ് പറഞ്ഞു, ആരാണ് നിന്റെയും നിന്റെ തൗബയുടെ അള്ളാഹുവിന്റെയും ഇടയിൽ മറയിടുന്നത്? നിനക്കും തൗബയുണ്ട്. അങ്ങനെ തൗബയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ മനുഷ്യൻ പശ്ചാത്തപിച്ച് നല്ല വഴിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഉമ്മത്തിനെ പക്വതയോടെ നയിക്കാൻ കഴിയുന്നത് ആലിമീങ്ങൾക്കാണ്, അറിവുള്ളവർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആലിമീങ്ങളെ ഉന്നതമായ ദറജയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ ബോധിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാക്കളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു അവർക്ക് തൗഫീഖും അവസരവും ദീർഘായുസ്സും സന്മനസ്സും ആരോഗ്യവും ശക്തിയും പ്രദാനിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ.